ഹലോ, വെൽക്കം ടു സ്റ്റോറീസ് വിത്ത് ഗൗരി പാർവതി. നിങ്ങൾ ഈ ഒരു ന്യൂസ് കണ്ടു കാണുമല്ലോ അല്ലേ? അത് കണ്ടപ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലൂടെ പെട്ടെന്ന് പോയത്. അത് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ആ ഒരു ന്യൂസ് കണ്ടവരാണ് നിങ്ങളെങ്കിൽ അതിൽ ആ അമ്മയുടെ കരച്ചിലും അതിനിടയിൽ അലമുറയിട്ടുള്ള ആ കരച്ചിലിനിടയിലുള്ള സംഭാഷണങ്ങൾ നിങ്ങൾ കേട്ട് കാണും. അതിൽ പറയുന്നുണ്ട്, വളരെ കഴിവുള്ളൊരു കുട്ടിയായിരുന്നു. സ്വന്തമായി പഠിച്ച് അവൾ തന്നെ ജോലി നേടി സ്വന്തമായി അന്വേഷിച്ച് കണ്ടെത്തി സ്ട്രഗിൾ ചെയ്ത് നേടിയെടുത്തൊരു ജോലിയാണ്. ഇപ്പോൾ HR മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അത്രയും സ്ട്രഗിൾ ചെയ്യാനും അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് അത്രയും മുന്നിൽ നിൽക്കുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്നൊരു ലൈഫിൽ വരുമ്പോൾ എന്തുകൊണ്ട് റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്തേ ലാസ്റ്റ് ഓപ്ഷനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ പോലും ആയിട്ട് നമ്മൾ വെക്കാൻ പാടില്ലാത്ത ഒരു സൂയിസൈഡ് എന്നൊക്കെ ഉള്ള സിറ്റുവേഷനിലോട്ട് നമ്മൾ എത്തിച്ചേരുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ കരിയറിലൊക്കെ ഇത്രയും മുന്നിൽ വരണമെങ്കിൽ അത്രയും കോൺഫിഡൻസും സ്ട്രഗിൾ ചെയ്യാനുള്ളൊരു മനസ്സും ഒക്കെ ഒരു ധൈര്യവും ഒക്കെ ഉള്ളൊരു കുട്ടിയായിരിക്കണം അല്ലേ? പിന്നെന്തേ ഫാമിലി ലൈഫ് എന്നൊരു സംഭവം വന്നപ്പോഴേക്കും പുറകിലോട്ടായിപ്പോയി. ജീവിക്കാനുള്ള ധൈര്യം എവിടെയാണ് ചോർന്നു പോയിട്ടുണ്ടാവുക? ഒരു സ്ത്രീയുടെ നിലവിളിക്ക് മുന്നിൽ പാടെ കണ്ണടയ്ക്കുന്ന ഒരു ലോകമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും സ്വപ്നങ്ങളോടുകൂടി ജീവിതം ബിൽഡ് ചെയ്ത് വന്ന ആ ഒരു കുട്ടിക്കല്ലേ ഇവിടെ ഒരു നഷ്ടം വന്നിട്ടുള്ളൂ. വേറെ ആർക്കാണ് ഇവിടെ ഒരു നഷ്ടം വന്നിട്ടുള്ളത്? ആ കുറ്റവാളികളെ സംബന്ധിച്ച് അവർക്ക് എന്താണ് നഷ്ടമായിട്ടുണ്ടാവുക? ഇപ്പോൾ കുറച്ച് നാൾ കോടതി, പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് നടക്കണം. അതിനപ്പുറം അവർക്കൊന്നും നഷ്ടമാവുന്നില്ല. ഇപ്പോൾ ആ വിസ്മയ കേസിൽ തന്നെ കണ്ടില്ലേ, അയാൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചാൽ റേപ്പ് കേസിലെ പ്രതിയെ വരെ പാലഭിഷേകം ചെയ്ത് സ്വീകരിക്കുന്ന ഈ നാട്ടിൽ സ്ത്രീധന കേസും ഇതൊന്നും ഒന്നുമല്ല. പിന്നെ കുറച്ച് നാൾ ജയിലിൽ കിടന്നാലും അവർക്ക് അവരുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ വലിയ പാടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ ആ കുട്ടിക്കോ? അവൾക്കൊക്കെ നഷ്ടമായില്ലേ? അവളുടെ പേരൻസിന് ഇല്ലേ? ഇത്രയൊക്കെ നേടിയെടുക്കാൻ പറ്റിയ ആ കുട്ടിക്ക് എന്തുകൊണ്ട് ലൈഫിലൊരു സിറ്റുവേഷൻ വന്നപ്പോൾ നോ പറയാൻ പറ്റുന്നില്ല? എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും പവർഫുൾ വേർഡാണ് നോ. നോ എന്ന് നമുക്ക് എവിടെ പറയാൻ പറ്റുന്നോ അവിടെ നമ്മൾ വിജയിക്കുന്നുണ്ട്. ഒരു യെസ് എന്ന് പറയാൻ എടുക്കുന്നതിൻ്റെ 100 മടങ്ങ് സ്ട്രെങ്ത്തും കോൺഫിഡൻസും വേണം നമ്മളൊരു സിറ്റുവേഷനിൽ നോ പറയാൻ. നമുക്കൊരു സ്ഥലത്ത് പറ്റില്ല എന്ന് തോന്നിയാൽ അവിടുന്ന് നോ പറഞ്ഞിറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒരു യെസ് പറഞ്ഞ് ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു, അത് അങ്ങ് സ്റ്റാർട്ടായി പോയി. പക്ഷേ നമുക്ക് പറ്റില്ല എന്ന് തോന്നുന്നിടത്തു നിന്ന് നോ പറഞ്ഞിറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് പറഞ്ഞിറങ്ങാനുള്ള ഒരു കോൺഫിഡൻസ്, മനസ്സിന് ആ ഒരു ഉറപ്പ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പെൺകുട്ടികൾക്ക് കഴിയണം. പെൺകുട്ടികൾക്ക് മാത്രമെന്നല്ല, ഏതൊരു വ്യക്തിക്കും നമ്മൾക്ക് പറ്റില്ല എന്ന് തോന്നുന്നിടത്തു നിന്ന് ശബ്ദമുയർത്തി പ്രശ്നമുണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും നോ പറഞ്ഞ് നമ്മൾക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ പറ്റണമല്ലോ അല്ലേ? നോ പറയാനുള്ള ഒരു ഉറച്ച മനസ്സ്, അതാണ് നമ്മൾ ആദ്യം നേടിയെടുക്കേണ്ടത്. ആ ഒരു നോയെ കീഴ്പ്പെടുത്താൻ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു തീരുമാനത്തെ കീഴ്പ്പെടുത്താൻ ഒരു ഭയത്തിനും സ്ഥാനമുണ്ടാവരുത്. എനിക്ക് തോന്നുന്നു ഒരു സാമ്പത്തിക ഭദ്രതയുണ്ട് എങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റും. ഈ ഒരു ലോകത്തിൽ ഒരു പെൺകുട്ടി വിചാരിച്ചാൽ ഒരു ജോലി നേടുക, സ്വന്തം കാര്യങ്ങൾ, എനിക്ക് തോന്നുന്നു ഈ ഒരു ലോകത്ത് ഒരു പെൺകുട്ടി വിചാരിച്ചാൽ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും, നല്ല രീതിയിൽ തന്നെ അല്ലേ? അത്ര ബുദ്ധിമുട്ട്, കുറച്ച് കോൺഫിഡൻസും ധൈര്യവും ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അതിന് നമ്മുടെ ലൈഫ് വേറെ ആരുടെയും മുന്നിൽ അടിയറവ് വയ്ക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. അമ്മായിയമ്മയായാലും നാത്തൂനായാലും ആർക്കായാലും നമ്മുടെ ജീവിതം തട്ടിക്കളിക്കാനുള്ളൊരു പന്തായി നമ്മൾ കാഴ്ചവെക്കേണ്ട ഒരാവശ്യമില്ല. അങ്ങനെ പലർക്കും തട്ടിക്കളിക്കാനുള്ള അല്ലെങ്കിൽ ഒരു യുദ്ധക്കളമാണ് നമ്മുടെ പുതിയ കുടുംബമെങ്കിൽ ഉറപ്പായും അതിൽ നിന്ന് ഇറങ്ങിപ്പോരാണ് നമ്മൾ വേണ്ടത്. ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട് എങ്കിൽ നമ്മൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ജീവിക്കാൻ ഈ ലോകത്ത് പറ്റും. അതാദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ ജീവിതം നമുക്കിഷ്ടമുള്ള രീതിയിൽ ജീവിച്ച് തീർക്കണ്ടേ? എപ്പോഴെങ്കിലുമൊക്കെ വേണ്ടേ? ഒരു സിനിമയിൽ പറയുന്ന പോലെ ഒരു ജീവിതമല്ലേ ഉള്ളൂ, അത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ജീവിച്ചില്ലെങ്കിൽ പിന്നെ ആരാ ജീവിക്കുക? ഞാൻ ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്തുകൊണ്ടോ അത് ലേറ്റായി. എന്തുകൊണ്ടോ ആ ഒരു വീഡിയോ എടുക്കാൻ ലേറ്റായി. അപ്പോഴേക്കും അടുത്ത കേസ് വന്നു ദുബായിൽ. എന്താണല്ലേ എന്തൊക്കെയല്ലേ നടക്കുന്നത്? ആ പ്രതികരിക്കാനുള്ള അല്ലെങ്കിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു മനസ്സ്, ഉറച്ച ഒരു നോ പറയാനുള്ള ഒരു കോൺഫിഡൻസ് നമ്മൾ നേടിയെടുക്കണം. നമ്മുടെ ലൈഫ് നമ്മുടേതാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കി വേണം ജീവിക്കാൻ. ബാക്കിയുള്ളവർക്ക് ടമ്മാനമാടാൻ വേണ്ടിയിട്ടുള്ള ഒന്നല്ല നമ്മുടെ ജീവിതം. അത് നമ്മൾ മനസ്സിലാക്കി അതിനുള്ള ധൈര്യം ഉണ്ടാക്കിയെടുത്ത് മുന്നോട്ട് പോകണം.
സന്തോഷമായി സമാധാനത്തോടെ ജീവിച്ചു തീർക്കാനുള്ളതല്ലേ ജീവിതം. അതൊന്നല്ലേ ഉള്ളൂ, അത് ജീവിച്ചു തീർക്കാം അല്ലേ. അല്ലാണ്ട് നേരത്തെ പറഞ്ഞ പോലെ ജീവിക്കാനാണ് പാട്, മരിക്കാൻ എളുപ്പമാണ്. സോ ജീവിക്കാനുള്ള കരുത്ത് നമ്മൾ നേടിയെടുക്കണം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിനോട് ചേർന്ന് നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ.